എന്തായിരുന്നു നിന്റെ പരിപാടികൾ? നമ്മൾ കഴിഞ്ഞ ആഴ്ച അഡ്വാൻസ് കൊടുത്ത ഫാക്ടറിയുടെ പേപ്പേഴ്സ് ഒന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ തൃശ്ശൂർ ഓഫീസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ പ്രൊഡക്റ്റിന്റെ ലോഞ്ചിങ് സെറമണിയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നീ തൃശ്ശൂരിൽ പോയി വരുന്ന വഴി നമ്മുടെ മാനേജർ മാത്യൂസിനെ കൂടെ കാണണം. സുഖമില്ലാതിരിക്കുകയാണല്ലോ. ശരി ഡാഡി. ഡാഡി, ഞാൻ പുറത്തു പോകാൻ കാർ എടുക്കുന്നുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നത്? ഡിക്കാത്തലോണിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഈ വീക്കെൻഡ് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. നീ ട്രിപ്പ് കഴിഞ്ഞ് 2 ദിവസം മുമ്പ് വന്നതല്ലേ ഉള്ളൂ. അത് +2 ഫ്രണ്ട്സിന്റെ കൂടെ ഗോവയ്ക്ക് പോയതല്ലേ. ഇത് എഞ്ചിനീയറിംഗ് ഫ്രണ്ട്സിന്റെ കൂടെ കാശ്മീർ ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആണ് ഡാഡി. തോറ്റുപോയ പേപ്പേഴ്സ് എഴുതിയെടുക്കണ്ടേ? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എനിക്ക് ബിസിനസ് ചെയ്യാൻ ക്യാഷ് വേണം. എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ നീ ബിസിനസ് ചെയ്താൽ എങ്ങനെ ശരിയാകും? ഇങ്ങനെയൊക്കെ ആണല്ലോ എക്സ്പീരിയൻസ് വരുന്നത്. നമ്മുടെ ബിസിനസ്സിൽ ചേട്ടനെ സഹായിച്ച് പഠിക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ സ്വത്തിന് ഡാഡിയുടെ മകളെ എനിക്കും കൂടെ അവകാശമുണ്ടല്ലോ. എന്റെ ഷെയർ മാത്രം തന്നാൽ മതി. പഴയ ബിസിനസ് അല്ല, പുതിയ ഐഡിയാസ് ഇട്ട് ബിസിനസ് ചെയ്ത് കാണിച്ചു തരാം. ആഹാ, നിന്റെ ഡാഡി ഷെയർ തന്നല്ലോ. നമുക്കിത് എന്റെ അങ്കിളുടെ ഫിനാൻസ് കമ്പനിയിൽ ഇടാം, പീപ്പിൾസ് ഫിനാൻസ്. നിനക്കറിയില്ലേ, 1 വർഷത്തിൽ ഡബിൾ ആകും. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. നമുക്കൊരു യൂറോപ്യൻ ട്രിപ്പ് പോകാം. പുതിയ ബിസിനസ് ഐഡിയാസ് ആലോചിക്കാം. എന്റെ ഫ്രണ്ട് മനുവിനെ നിനക്ക് അറിയില്ലേ? ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന മനു. അവര് സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറിന് വേണം. എനിക്ക് സിനിമയൊന്നും അറിയില്ല. അതൊക്കെ എനിക്കറിയാം. നീ ചുമ്മാ വെറുതെ നിന്നാ മതി. വാ ട്രിപ്പ് പോകാം. Saputiri, baca Kari, baca Malayali, Malayali, Madrasi, Ayat Talwayadi, Wakat Talwagat, Orat Talwarali, Doctor Tutu.
ഒരു ജോലി വേണം. ജോലി തരാം, ശമ്പളം വേണമെന്ന് പറയരുത്. താമസിക്കാൻ സ്ഥലം തരും, ഭക്ഷണം ഉള്ളത് തരും. കാശുള്ള വീട്ടിലെ പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു വിനോദമാണ് ഫാമിൽ പോയി ആടിനെയും നോക്കൽ. വിശക്കുന്നല്ലോ. എന്റെ ഡാഡിയുടെ വീട്ടിൽ ജോലിക്കാർ പോലും എത്ര നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. ഞാൻ എന്റെ ഡാഡിയുടെ അടുത്ത് പോകും. ഡാഡി, ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തു, എന്നോട് ക്ഷമിക്കണം. മോനെ, നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ. നീ ഒന്നും കഴിച്ചില്ലേ? റോയ് മോനെ, ഓടി വന്നേ. ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഹലോ മാത്യൂസ്. മോൻ തിരിച്ചു വന്നു. ആ, എപ്പി മോൻ തന്നെ. വേഗം ഇങ്ങോട്ട് വാ. അവനൊരു ചെറിയ കാറ് വാങ്ങണം. ഇന്ന് വൈകിട്ട് നമുക്കിവിടെ ഒരു പാർട്ടി നടത്തണം. വീട്ടിലെ എല്ലാവരെയും വിളിക്കണം. ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെയും വിളിക്കണം. പെട്ടെന്ന് ആയിക്കോട്ടെ. ഇത്ര നാളും ഡാഡി എനിക്ക് വേണ്ടി ഒരു പാർട്ടി പോലും നടത്തിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ എബിക്ക് വേണ്ടി എന്തൊക്കെ ആഘോഷങ്ങൾ, സമ്മാനങ്ങൾ. മോനെ, എനിക്കുള്ളതെല്ലാം നിനക്കല്ലേ? എബി മോൻ നമുക്ക് മരിച്ചു പോയതുപോലെ ദൂരെ ആയിരുന്നു. അവൻ തിരിച്ചു വന്നത് ആഘോഷിക്കണ്ടേ? നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, തെറ്റുകൾ ചെയ്താൽ, പശ്ചാത്താപത്തോടെ തിരിച്ചു വന്നാൽ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് എത്ര അധികമായി നമ്മെ സ്വീകരിക്കും.